എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയുന്നത് പാപഗ്രഹങ്ങളും സൗമ്യഗ്രഹങ്ങളും ഗ്രഹങ്ങളുടെ സത്വരജ തമോ ഗുണങ്ങളെ സൂര്യൻ, കുജൻ, ശനി എന്നിവർ ക്രൂരഗ്രഹങ്ങളും അല്ലെങ്കിൽ പാപഗ്രഹങ്ങളും ഗുരു, ശുക്രൻ, ബുധൻ എന്നിവർ സൗമ്യഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളുമാവും. ക്ഷീണചന്ദ്രൻ പാപനാവും. ബുധൻ പാപനോട് കൂടിയാൽ പാപനാകും. ശുഭഗ്രഹത്തോടു കൂടിയാലും ദൃഷ്ടി ചെയ്യപ്പെട്ടാലും ശുഭരാശിയിൽ നിന്നാൽ ബുധൻ ശുഭനാകും. ശുക്ലപഞ്ചമി മുതൽ കൃഷ്ണപഞ്ചമി വരെ ചന്ദ്രൻ ശുഭനാകുന്നു. ഇങ്ങനെ മറ്റുള്ളൊരു സ്ഥിരം കുജൻ, സൂര്യൻ ഇവര് പാപഗ്രഹങ്ങളാകുന്നു. ശനി, കുജൻ, സൂര്യൻ, ശനി പാപഗ്രഹങ്ങളും ഗുരു, ശുക്രൻ, ബുധൻ എന്നിവർ സൗമ്യഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളുമാണ്. ക്ഷീണചന്ദ്രൻ പാപനാകുന്നു. ബലം കുറഞ്ഞായ ശുക്ലപഞ്ചമി മുതൽ കൃഷ്ണപഞ്ചമി വരെ ചന്ദ്രൻ ശുഭനാകുന്നു. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാലത്ത് പൊതുവെ ചന്ദ്രന്റെ ബലക്കുറവാണ്. അത് കാരണം പാപന്റെ ഫലം ചെയ്യും. 3-6 പാനനില നിന്നാൽ ഗുണം ചെയ്യും. പാപന്മാര് പൊതുവെ 3-6 പാനനിൽ, ശിവന്മാർ കേന്ദ്രത്തിലും ത്രികോണത്തിലും. എന്നാൽ അതിൽ ശിവന്മാര് അവരവരുടെ ക്ഷേത്രങ്ങളിൽ നിന്നാലും ഗുണഫലം ചെയ്യും. ശുഭഗ്രഹങ്ങൾ അവരവരുടെ ക്ഷേത്രങ്ങളിലും കേന്ദ്രത്തിലും ത്രികോണത്തിലും ഗുണം ചെയ്യും. പാപന്മാര് അവരവരുടെ ക്ഷേത്രത്തിലും 3, 6, 11 ഭാവങ്ങളിൽ നിന്നാൽ ഗുണഫലം ചെയ്യും. ഗ്രഹങ്ങളുടെ സത്വ രജ തമോ ഗുണം. ഭൃഗു ശശി ജവും രാജസീകവും ഗുരു ശശി അവയസ്ത സാത്വികവും ജ്ഞേയ താമസികവും യമഭൗമവും ഭവിഷ്യേതേ നൃണാം ചിന്ത. ഭൃഗു ശശിജവും രാജസികവും. ഭൃഗു ശശിജവും ഭൃഗുവും ബുധനും, ശശിജൻ ബുധൻ, ശുക്രനും ബുധനും രാജസിക വകുപ്പികളും. ഗുരു ശശി രവയസ്തു സാത്വികോജ്ഞേയ. വ്യാഴവും ചന്ദ്രനും സൂര്യനും. ഗുരു ശശി രവയസ്തു സാത്വികോജ്ഞേയ. രവി, ശശി, വ്യാഴം എന്നിവർ സാത്വിക ഗ്രഹങ്ങളാണ്. താമസികവും യമഭൗമവും. ശനിയും ചൊവ്വയും താമസികന്മാരും ആകുന്നു. ഭാവാശ്ചേതേ നൃണാം ചിന്ത. മനുഷ്യന് ഭാവങ്ങളെ കൊണ്ട് ഈ ഗുണങ്ങളെ ചിന്തിക്കണം എന്നിങ്ങനെയാണ് പറഞ്ഞത്. ഇതില് ഒരു വിശേഷമുണ്ട്. ആദ്യം തന്നെ പാപനായിട്ട് സൂര്യനും ചൊവ്വയും ശനിയും എന്ന് പറഞ്ഞു. അവർ പാവന്മാരാണെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ സാത്വികനായിട്ടാണ് ഇപ്പോൾ സൂര്യനെ ഇവിടെ പറഞ്ഞത്. ഗുരു ശശി രവേസ്തു സാത്വികവും. വ്യാഴം, ചന്ദ്രൻ, സൂര്യൻ എന്നിവർ സാത്വികരും. ഭൃഗു ശശിജവും രാജസികവും. ശുക്രനും ബുധൻ രാജോഗുണമുള്ളവർ. വ്യാഴം, ചന്ദ്രൻ, സൂര്യൻ എന്നിവർ സാത്വികരും. ശനിയും ചൊവ്വയും താമസികരും. ശനിയും ചൊവ്വയും പാപന്മാരുമാണ്, പിന്നെ താമസിക സ്വഭാവമുള്ളവരുമാണ്. മനുഷ്യന്റെ ഭാവങ്ങളെ കൊണ്ട് ഈ ഗുണങ്ങളെല്ലാം. ഗ്രഹങ്ങളിലെ സാത്വികം, രാജസികം, താമസികം എന്നിങ്ങനെ 3ആയി വിഭജിച്ചിരിക്കുന്നു. സാത്വികം എന്നാൽ സുഖദുഃഖങ്ങളെ തുല്യമായി കാണുന്നവർ, ഉത്തമ പുരുഷൻ. രാഗം, സാഹസം മുതലായവയോട് കൂടിയവനാകുന്നു മധ്യമനായ രാജസൻ. വധം, ബന്ധനം, അടി, ഇടി, വെട്ടുകുത്ത് തുടങ്ങിയ അവയിൽ മടിയില്ലാത്തവനാണ് അധമ പുരുഷനായ താമസൻ. ഈ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യർ ഈ വിധ സ്വഭാവങ്ങളോട് കൂടിയവരായിരിക്കും ചിന്തകൾ. ഏതേ ഭാവ ചിന്താനൃണം എന്ന് പറഞ്ഞതുകൊണ്ട് ഗ്രഹങ്ങൾ ഇരിക്കുന്ന ഭാവങ്ങളുടെ അനുഭവങ്ങൾ ആ ഗ്രഹങ്ങളുടെ സത്വ രജ തമോ ഗുണങ്ങൾക്കനുസരിച്ചായിരിക്കുമെന്ന് മനസ്സിലാക്കണം. ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്ത ഭാവത്തിന്റെ ഫലവും ഈ വിധം തന്നെ പറയണം. ഏതേത് ഗ്രഹങ്ങളാണോ ദൃഷ്ടി ചെയ്യുന്നത് അതിന് യോഗം ചെയ്ത് അതായത് സ്വഭാവങ്ങൾ മനുഷ്യന് പറയണം. കൂടാതെ ഷഡ്വർഗത്തിൽ അധികം താമസിക ഗ്രഹത്തിന്റെ വർഗമുള്ള രാജസഗ്രഹവും താമസിക സ്വഭാവം കാണിക്കും. ഷഡ്വർഗത്തില് ഏതേത് ഗ്രഹങ്ങളുടെയാണ് വർഗം വീഴുന്നത് അതാത് വർഗങ്ങളുടെ സ്വഭാവം കാണിക്കുന്നുണ്ടോ. അതുപോലെ സാത്വിക ഗ്രഹത്തിനും താമസിക ഗ്രഹങ്ങളുടെ വർഗാധിപത്യം ഉണ്ടെങ്കിൽ സാത്വിക സ്വഭാവം കുറഞ്ഞ് താമസിക സ്വഭാവങ്ങൾ അധികം കാണിക്കും. ഇങ്ങനെ മറ്റുള്ള ഗ്രഹരാശി സംബന്ധം കൊണ്ട് സത്വരജ തമോ ഗുണങ്ങൾ എങ്ങനെയാണ് മനുഷ്യനിൽ പ്രത്യക്ഷപ്പെടുന്നത് മനസ്സിലാക്കാം. സാത്വികൻ എത്ര കടുത്ത അനുഭവം ഉണ്ടായാലും മനഃശാഞ്ചല്യമില്ലാതെ നേരിടും. രജോ ഗുണപ്രധാനൻ ഉടനെ തന്നെ പ്രതികരിക്കും. തമോ ഗുണപ്രധാനൻ ഉള്ളവർ ആയുധവും മറ്റുകൊണ്ട് കടുത്ത അനുഭവം ഉണ്ടാക്കിയവരെ നേരിടും. ജനനം മുതൽ മരണം വരെ നിസ്സർഗ സ്വഭാവങ്ങൾ മനുഷ്യനിൽ നിൽക്കും. അവർ ജീവിതത്തിൽ ചെയ്യുന്ന ശുഭകർമാധിക്യം കൊണ്ട്
സ്വർഗാവസ്ഥയ്ക്ക് തുല്യമായ സമാധാനം അനുഭവിക്കുന്നു. സാഹസകർമ്മങ്ങൾ, രാഗദ്വേഷാദികളാൽ സമത്വം എന്നിവകൊണ്ട് മനുഷ്യനായി രാഗദ്വേഷാദി ചിന്തകളിൽ ഉലഞ്ഞു ജീവിക്കുന്നു. അഥമൻ മനുഷ്യരെയും മൃഗങ്ങളെയും മറ്റും കൊന്നും ആക്രമിച്ചും താമസിക സ്വഭാവങ്ങളോടെ ജീവിച്ച് ജീവിതം നരകമാക്കി തീർക്കുന്നു. രാഗാദികൾ എന്നത് രാഗം, ദ്വേഷം, മതം, ആത്സര്യം, ലോഭം, മോഹം എന്നിവ ആറാവുന്നു. കാമം, ക്രോധം, ഈർഷ്യ, അസൂയ, ദംഭം, ദർപ്പം, അഹങ്കാരം, ഇച്ഛ, ഭക്തി, ശ്രദ്ധ എന്നിവ കൂടി 16 കാര്യങ്ങളാവുന്നു രാഗാദികൾ. ഈർഷ്യ മനുഷ്യന്റെ ഉയർച്ചയിലുള്ള അസഹിഷ്ണുതയാണ്. ദംഭ് എന്നത് അഹങ്കാരത്തിന്റെ വേറെ വിധത്തിലുള്ള വാക്കും പ്രവൃത്തികളുമാണ്. ദർപ്പം എന്നതും അഹങ്കാരത്തിന്റെ മറ്റു വിധമുള്ള പ്രകടനമാകുന്നു. ഇവയുടെ സാമാന്യമായ മനസ്ഥിതിയോടുകൂടി അനുഭവിക്കുന്നവൻ രാജസികൻ. ഇവയെ കടുത്ത രീതിയിൽ സ്വന്തമാക്കി ഉപയോഗിക്കുന്ന താമസികൻ. ഇവയിൽ സാമാന്യമായ ഇച്ഛ പോലുമില്ലാത്തവൻ സാത്വികൻ. ഇങ്ങനെയാണ് ഇതിന്റെ വിഷയം. രാഗാദികൾ ഇതിന്റെ ആധിക്യത്തിനനുസരിച്ചാണ് താമസിക സ്വഭാവങ്ങൾ ശക്തമായി കാണുന്നത്. രാഗാദികൾ എന്നത് 16 ദ്വേഷം, മതം, മാത്സര്യം, ലോഭം, മോഹം, കാമം, ക്രോധം, ഈർഷ്യ, അസൂയ, ഡംഭ്, ദർപ്പം, അഹങ്കാരം, ഇച്ഛ, ഭക്തി, ശ്രദ്ധ എന്നിവ കൂടി 16 കാര്യങ്ങളാണ് രാഗാദികൾ. നമുക്ക് ഈ വിധത്തില് സാത്വിക, താമസിക, രാജസിക സ്വഭാവങ്ങളെ തിരിച്ചറിയാനാണ് ഇവിടെ പറഞ്ഞത്. ആഗ്രഹങ്ങൾ അധികമുള്ളവൻ രാജസികമാണ്. ആ ആഗ്രഹങ്ങളെ നിർബന്ധമായും അന്യരിൽ നിന്ന് തട്ടിപ്പറിക്കുന്നവൻ താമസികൻ. ഇതിലൊന്നും താല്പര്യമില്ലാത്തവൻ സാത്വികൻ. എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ്